അയോധ്യ എപ്രകാരം അതുപോലെ അടവിയെ കാണണം, പോയി ധൈര്യമായി പോയി വരൂ എന്നനുഗ്രഹിക്കുന്നവരാണ്. അത് അമ്മയാണ്. അങ്ങനെയുള്ള അമ്മമാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കാരണം നിഷ്ഠകളില്ലാത്ത സ്ത്രീ അമ്മയല്ല. നിഷ്ഠകളുള്ള സമയത്താണ് സ്ത്രീ അമ്മയാവുന്നത്. ഒരു പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, യു ആർ മോർ ദാൻ മാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം അറിയില്ല, നിങ്ങളുടെ ശക്തി അറിയില്ല. നിങ്ങൾ രാവിലെ എണീറ്റൊക്കെ ഒന്ന് അല്പം ജപം പരിശീലിച്ചു, നിങ്ങൾ പറയുന്നിടത്ത് ആണുങ്ങൾ നിൽക്കും. ഒരാണിനെ ഗൈഡ് ചെയ്യാനുള്ള, ഒരാണിന് കരുത്ത് കൊടുക്കാനുള്ള, ഒരാണിനെ വഴി കാണിക്കാനുള്ള ശക്തി മുഴുവൻ സ്ത്രീയിലാണ്. രാജാവ് ചൂതുകളിയിൽ തോറ്റുപോവുകയാണ്. രാജ്യം മുഴുവൻ പണയം വെച്ചുകൊണ്ടുള്ള കളിയാണ്. ആ ചൂതുകളിയിൽ ഒരാളിനെ ഒന്ന് മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ ചൂതുകളിയിൽ രാജാവ് ജയിക്കും. പക്ഷേ രാജാവിന് കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന്. ആ സമയത്ത് ഭാര്യ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പാടുകയാണ്, ദും 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 ആളെയും. ഒരു കുഞ്ഞിനെ താരാട്ടു പാടുന്ന ഭാവത്തിൽ ഒരു രാജാവിന് കൊടുക്കുന്ന ഊർജം. ഇങ്ങനെ കഥകൾ പറഞ്ഞാൽ അനവധിയാണ്. അങ്ങനെയുള്ള മഹാന്മാരെ വാർത്തെടുത്ത ഭാരതം. ഇന്ന് ആ ഭാരതത്തിന് ഒരു ച്യുതി സംഭവിച്ചു. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമം മരിക്കുന്നതുവരെ വിടരുത്. മരിക്കുന്നതുവരെ നിങ്ങളൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ. നിങ്ങളിലുണ്ടാകുന്നൊരു ഊർജ്ജശക്തി നിങ്ങളെ ഒരുത്തനും വീഴ്ത്താൻ പറ്റില്ല. ഒരുത്തനും നിങ്ങളൊരു സെക്ഷൽ ടോയ് ആയിട്ട് കാണില്ല. അതിനപ്പുറം നിങ്ങളോടൊരു ബഹുമാനം. സീതാദേവിയെ ഒരു സെക്ഷൽ പെർവേഷനിലാണ് രാവണൻ കൊണ്ടുപോകുന്നത്. പക്ഷേ എവിടെയോ സീതാദേവിയുടെ അടുത്തെത്താൻ പറ്റുന്നില്ല. കാരണം ആ ഒരു തപസ്സിൻ്റെ മുന്നിൽ രാവണൻ അടുത്തെത്താൻ പറ്റുന്നില്ല. ആ കരുത്ത്, ആ ശക്തി, ആ തേജസ് സീതാദേവിയിലുണ്ടായിരുന്നു. മഹാഭാരതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരെ മുഴുവൻ ഗൈഡ് ചെയ്യുന്നത് പാഞ്ചാലി എന്നൊരൊറ്റ കഥാപാത്രമാണ്. 5 ഭർത്താക്കന്മാരുള്ള ഒരു പെണ്ണ്. കളിയാക്കും പലരും പാഞ്ചാലിയെ, 5 ഭർത്താവ്. പക്ഷെ കരുത്ത് പാണ്ഡവരായിരുന്നില്ല. വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭർത്താക്കന്മാരെ പേര് വിളിച്ചല്ല കരയുന്നത്. കൃഷ്ണ, എൻ്റെ ആത്മീശ്വര കൃഷ്ണ. അത്ര ഉറപ്പായിരുന്നു, കൃഷ്ണൻ എന്നെ അനുഗ്രഹിക്കും, ഈ പ്രതിസന്ധി ഞാൻ തരണം ചെയ്യും. കൃഷ്ണൻ പോലും പാഞ്ചാലി പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ദൂതിനു വേണ്ടി കൃഷ്ണൻ പോകുമ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, ദൂത് ശരി, പക്ഷേ എൻ്റെ കേശം അത് മറക്കരുത് കൃഷ്ണ. ഹേ കേശവ, എൻ്റെ കേശം മറക്കരുത്. ദുശാസനൻ്റെ മാറ് കയറി രക്തം കൊണ്ട് ഞാൻ എൻ്റെ മുടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. കൃഷ്ണൻ അനുസരിക്കുകയാണ്. ഇതാണ് മാതൃശക്തി. ആ തപസ്, ആ കരുത്ത്, ഊർജം, അത് അമ്മമാരെ കൊണ്ട് കുളം തോണ്ടി രാവിലെ തന്നെ പുട്ടും കടലയും ഉണ്ടാക്കി അത് ടിഫിൻ ബോക്സിലാക്കി ട്യൂഷനും പറഞ്ഞയച്ച് ഹൃദയശക്തിയില്ലാത്ത കുറേ എണ്ണത്തിനെ വളർത്തിയെടുത്ത് അത് എൻട്രൻസും പാസ്സായി മൂടും തട്ടി അത് പോയി. എന്നിട്ട് ഇവിടെ കിടന്ന് എന്ത് നമ്മൾ മാതൃവന്ദനം പറഞ്ഞിട്ട് കാര്യം? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അമ്മ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് 2 കുശലം പറയാൻ, അതിനുള്ളൊരു ഹൃദയശക്തി കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല. കാരണം ട്യൂഷനും ക്ലാസ്സും മാത്രമേ അമ്മ പഠിച്ചിട്ടുള്ളൂ. ഒരു നാമം ചൊല്ലിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, പ്രചോദനം കൊടുക്കുക, ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന്. കാരണം ഇന്ന് സ്ത്രീയേ ഉള്ളൂ, അമ്മയില്ല. അതുകൊണ്ട് അമ്മ തന്നെ എത്രത്തിൽ നിന്ന് ഉതിർന്നോ ചുടു കണ്ണീർ.